സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ കണ്ടിന്യൂഷനാണ് ഇത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6, പാർട്ട് 7 എന്നിങ്ങനെ വരും. നിങ്ങൾ ഈ പാർട്ട് നോക്കി വേണം കേൾക്കാൻ. എല്ലാം ഒരുപോലെയല്ല. ഇടയ്ക്കൊരു ഭാഷനോട് ചോദിച്ചു, എന്താ ഭാഷ എപ്പോഴും ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്, പാർട്ട് 4 ഉണ്ട്. പാർട്ട് അല്ലെങ്കിൽ എപ്പിസോഡ് 1, 2, 3, 4, 5 ഉണ്ട്. അത് നമ്മൾ നോക്കി വേണം സംഭവം കേൾക്കാൻ. ഇനി വേണമെങ്കിൽ എപ്പിസോഡ് ഒന്നൊന്നും കൂടി വേണമെങ്കിൽ ഇടാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പക്ഷം പിടിച്ചവരെ പൗലോസ് എന്ത് ചെയ്തു? പൗലോസാര്, അപ്പൊല്ലോസാര് അവരാരുമല്ല. ഇനി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ 500-ലധികം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. അകാല പ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, ഒരു ചാപില്ല, ഒരു മാംസപിണ്ഡമായ എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ ആരുമല്ല, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. എല്ലാവരെക്കാളും അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. ബഹുമാനപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, പാസ്റ്റർമാരെ, ഈ കാര്യങ്ങൾ നമ്മുടെ തലയിലോട്ട് കയറാത്തിടത്തോളം കാലം നമ്മുടെ ശുശ്രൂഷ വൻ പരാജയമായിരിക്കും. പക്ഷം പിടിച്ചവരെ തല്ലിപ്പൊളിച്ച് ആരും പക്ഷമൊന്നും ഇവിടെ പിടിക്കണ്ട. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പക്ഷം മാത്രമേ ഉള്ളൂ, മനുഷ്യൻ്റെ പക്ഷമൊന്നും പിടിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വചനം കൊണ്ട് അവരെ തല്ലി ഒതുക്കി അവരെ സത്യ വഴിയിലേക്ക് ശുശ്രൂഷകന്മാർ നടത്തുക. ഇന്നാണെങ്കിലോ 10 പേര് സെക്രട്ടറിയായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു തവണ വേറെ ഒരു അച്ചായൻ, കാശുള്ള അച്ചായൻ, എൻ്റെ പേരും ഉണ്ട് കുറേ കൂടെ, ഒരു 10-25 പേര്. നമുക്കൊന്നും തുടങ്ങിക്കളെ ആള് കളിക്കുക. ഇതെല്ലാം നരകത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് മടങ്ങി വരിക, അപ്പോസ്തലന്മാരുടെ ദർശനം ഏറ്റെടുക്കുക. ശുശ്രൂഷാ വൃന്ദങ്ങളെ, പ്രിയ ദൈവമക്കളെ, നിങ്ങളിത് കേട്ട് പഠിക്കുക. പാസ്റ്റർമാർ ഇങ്ങനെയുള്ള പക്ഷം പിടിക്കലും ഇതൊക്കെ നടക്കുമ്പോൾ സഭയിൽ ദർശനമുള്ള വിശ്വാസികൾ എഴുന്നേറ്റ് പ്രബോധനം പറഞ്ഞ് അതിനെ പൊളിച്ചു കളയണം. എന്നിട്ട് പത്യവചനം, പത്യോപദേശത്തിലേക്ക് ജനത്തെ നടത്തണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരികയില്ല. അതുവരെ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ച്, തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച്, ഭൗതികം നേടി, വിദേശ നന്മകൾ നേടി, ആ ബിസിനസ് വളർത്തിയെടുത്ത്, ചിലപ്പോൾ ഇപ്പോൾ ഒരാളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം എന്താണെന്നറിയോ? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വിശ്വാസികൾക്ക് കൊടുത്ത് വിശ്വാസികളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. 2025-26 ഭൗതിക നന്മ കൊടുത്ത് സഭകളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഏത് ചെകുത്താൻ്റെ ഉപദേശമാടാവുക ഇത്? ഭൗതിക നന്മ കൊടുത്ത് അനുഗ്രഹിക്കാമെന്ന് എവിടെയെങ്കിലും ഒരു വാക്യമുണ്ടോ, ഒരു വ്യവസ്ഥയുണ്ടോ? ആത്മീയമായി അനുഗ്രഹിക്കാമെന്നല്ലേ ഉള്ളത്. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്നല്ലേ ഉള്ളത്. ആദ്യം രാജ്യം നീതി അന്വേഷിച്ചാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും അത് തരുമെന്നല്ലേ ഉള്ളത്. സമ്പാദിച്ചു വെക്കാൻ തരാമെന്നല്ലോ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിച്ചാൽ മറുപടിയായി. വായിച്ചേട്ടെ. ഗലാത്യർ 1:3. സ്തോത്രം സ്തോത്രം. എനിക്ക് കാണാതെ അറിയാം, നിങ്ങൾക്ക് അറിയാമെന്നറിയാൻ വേണ്ടിയായി പറഞ്ഞത്. അപ്പം അറിയില്ല എന്നുള്ളത് മനസ്സിലായി. വായിച്ചോ. 3:1. മതി. സ്തോത്രം സ്തോത്രം. വായിച്ചാൽ. ആമേൻ. ശുദ്ധം ചെയ്ത് മയക്കി. ഞാൻ എല്ലാവരെയും കുറിച്ചും എല്ലാവരെയും അടച്ചല്ല ഈ പറയുന്നത്. ദർശനമുള്ള, വിവേകമുള്ള, പരിജ്ഞാനമുള്ള, വചനവെളിപ്പാടുള്ള, അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കുന്ന കരുത്തന്മാരായ, ശക്തന്മാരായ ശുശ്രൂഷ വൃന്ദങ്ങൾ ഉണ്ട്. പക്ഷെ അവർ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ശുദ്രപ്രയോഗമേറ്റ് കിടക്കുകയാണ്. ഈ ശുദ്രപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് ആ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം മുമ്പോട്ട് നടത്തിയ സഭ എന്താ സംഭവിച്ചു? ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിലേക്ക് സഭയെ വലിച്ചുകൊണ്ടുപോയി. ആര് വലിച്ചുകൊണ്ടുപോയി? യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർ. അവർ ന്യായപ്രമാണ തൽപരരാണെന്ന് പ്രവൃത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു.
യഹൂദന്മാർ എത്ര ആയിരം ഉണ്ടെങ്കിലും അവർ ന്യായപ്രമാണ തൽപരരാണ്. പെന്തക്കോസ്തുകാർ എത്ര ആയിരം, എത്ര ലക്ഷം, എത്ര കോടികൾ ഉണ്ടെങ്കിലും അവർ ന്യായപ്രമാണ തൽപരരാണ് ബഹുഭൂരിപക്ഷം. ഈ ദൂത് കേട്ട് മടങ്ങി വാ. യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ ഒത്തിരി കിടപ്പുണ്ട്. കള്ള ശിഷ്യന്മാരും കൊള്ളക്കാരും ഒത്തിരി കിടപ്പുണ്ട് ശിഷ്യന്മാർ. ഇന്ന് പെന്തക്കോസ്തോളത്തിൽ കിടക്കുന്ന ശിഷ്യന്മാർ കള്ളന്മാരും കൊള്ളക്കാരും വലിയൊരു സമൂഹം ദൈവവചനത്തിന് വിരുദ്ധമായി ക്രൂശിന്റെ ശത്രുക്കളായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 100% സത്യമാണ് ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ, ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക്, പത്യവചനം, പത്യോപദേശത്തിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തികത്വ ഉപദേശത്തിലേക്ക്. രാജകീയ ന്യായപ്രമാണം യാക്കോബ് പറയുന്നു, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണമെന്ന് യാക്കോബ് പറയുന്നു, ക്രിസ്തുവിന്റെ ഉപദേശമെന്ന് യോഹന്നാൻ പറയുന്നു. ഈ പ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ വിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അവനെ വീട്ടിൽ കയറ്റരുതെന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ കയറ്റി അവന് ബിരിയാണി വെച്ച് കൊടുക്കും. ഇതൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി പോയില്ലെങ്കിൽ ബന്ധനത്തിൽ ചെന്ന് വീഴുമേ. പിന്നെ കിടന്ന് പറഞ്ഞിട്ട് കഥയില്ലേ. പിന്നെ പ്രാർത്ഥിച്ചിറക്കാൻ ദൈവമുള്ള ദൈവദാസന്മാർ വരേണ്ടി വരും. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ദൈവമക്കളെ, ദൈവസഭയെ. ഞാൻ നേരത്തെ വായിച്ച വേദഭാഗത്തിലേക്ക് വരിക, ഫിലിപ്പിയ സഭയിലേക്ക് വരിക, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരിക. ഏക മനസ്സ്, ഏകഭാവം, ഐക്യമെത്തിയപ്പെടുക. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകും. ഒരു മനസ്സ്, ഏക മനസ്സ്. അപ്പോസ്തലന്മാർ ഏക മനസ്സുള്ളവരായി. അതിൻ്റെ 2-ാം അധ്യായത്തിൽ 46-ാം വാക്യത്തിൽ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു. ഒരു മനസ്സ് ഉണ്ടോ? പ്രവൃത്തി 1-14 ഒരുമനപ്പെട്ടു, പ്രവൃത്തി 2 ഒരുമനപ്പെട്ടു. ഇങ്ങോട്ട് വായിച്ച് വരുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഏക മനസ്സുള്ളവരായിരുന്നു. ഏക മനസ്സ്, ഒരു മനസ്സ്. ഇതൊക്കെ നമുക്ക് തരുന്ന ഗുണപാഠം എന്താ? അവർ ഒരു മനസ്സുള്ളവരായി, ഏകഭാവമുള്ളവരായി. ഫിലിപ്പി ലേഖനത്തിൽ അവരത് പ്രബോധിപ്പിക്കുക മാത്രമല്ല, അവരങ്ങനെ തന്നെ വന്നു. ഇന്ന് സാത്താൻ ഭിന്നിപ്പിച്ചിട്ടിരിക്കുന്ന സഭകളാണ് മുഴുവൻ. ഓരോ ലീഡർഷിപ്പ്, ദർശനം നഷ്ടപ്പെട്ട അഹരോന്മാർ, ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങി. പൗലൂസിന്റെ കണ്ണിൽ ചെതുമ്പൽ വീട് പോയി അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ ഇതിപ്പോൾ ചെതുമ്പലും വെച്ചുകൊണ്ടാണ് ലീഡർഷിപ്പ് നടത്തുന്നത്. അതാണ് ന്യായപ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമം ചെതുമ്പൽ വീണപ്പോൾ അന്ന് മുതൽ ക്രൂശിനെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രവൃത്തി 9 ആ അതേ അധ്യായത്തിൽ പൗലൂസിനെ കൊല്ലാൻ പിശാച് വട്ടം കൂട്ടി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ക്രൂശിനെ പ്രസംഗിക്കുമ്പോൾ നമ്മളെ കൊല്ലാൻ നോക്കും പിശാച്. പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവിൻ്റെ സമയം വരാതെ ആരും ഒന്നും നമ്മൾ ചെയ്യില്ല. അഥവാ ചെയ്താൽ പോലും, കഷ്ടം സഹിച്ചാൽ പോലും നമ്മൾ മരിക്കത്തില്ല. കർത്താവ് നിശ്ചയിച്ച സമയം വരെയും മഹത്തരമായ ശുശ്രൂഷ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു മനസ്സ്, ഏക സ്നേഹം, ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യമെത്തിയപ്പെടുക, ഏകഭാവം. ഓരോ ചർച്ചകളിലുമുള്ള വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാവരും ഈ അനുഭവത്തിൽ വരാതെ നിങ്ങൾക്കൊരിക്കലും നന്നാകാൻ കഴിയത്തില്ല. സാത്താൻ ഓരോരുത്തരെ വിഘടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കേസും കോടതിയും വഴക്കുമായിട്ട് ജീവിച്ച് അവസാനം കർത്താവിൻ്റെ വരവിൽ തൊഴിഞ്ഞിവിടെ കിടക്കും. കർത്താവ് ഒന്ന് സഭയെ കൊണ്ടുപോകും. അവസാനം നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ പറ. ലൂക്കോസ് 16 ഒരു ധനവാൻ കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ചെന്ന് നമ്മൾ ചേരും. അവൻ്റെ വിളി എന്തായിരുന്നു? ധനവാന്റെ ഒരു രോദനം എന്തായിരുന്നു? രോദനം
ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ലാസറിന്റെ വിരലിൽ ഒരു തുറ്റി വെള്ളം മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ അവനെ ഇങ്ങോട്ട് അയക്കണമേ അബ്രഹാം പിതാവേ. ഈ ഗുണമില്ലാത്ത വിളിയൊന്നും വിളിച്ചിട്ടൊന്നും ഒരു കളയുമില്ല. നിനക്ക് വെള്ളവും കിട്ടത്തില്ല, നിന്റെ ഭവനത്തിലേക്ക് ലാസറിനെ പ്രസംഗിക്കാൻ വിടത്തുമില്ല. പിന്നെ ഉള്ള കാലം മുഴുവൻ അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവർ, ഇത് പറയുമ്പോൾ ഒരു ഫലിതമായിട്ട് നമുക്ക് തോന്നാം. യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വരാറായി, ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. ഓരോ സഭകളിലും വിശ്വാസികളിലും ശുശ്രൂഷകന്മാരും ഒരു മനസ്സുള്ളവരായി, ഒരു ഭാവമുള്ളവരായി ഐക്യബന്ധപ്പെട്ട് ഒരേ മനസ്സിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ വളർച്ച പ്രാപിച്ച് യഹൂദ, ഗലീല, ശമരിയ സഭകളിൽ സഭയ്ക്ക് ആത്മീയവർദ്ധനം ഉണ്ടായി. അത് ആത്മീയ വളർച്ച പ്രാപിച്ച് വന്നു. കാരണം എന്താ? അപ്പോസ്തലന്മാരാൽ നടത്തപ്പെട്ട സഭ. ഇന്ന് അപ്പോസ്തലന്മാരെന്ന് പറയുന്ന വ്യാജന്മാരാലാണ് നടത്തപ്പെടുന്ന സഭകളാണ്. അപ്പോസ്തല ഉപദേശത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് സങ്കീർത്തനം വായിച്ച് പഴയ നിയമത്തിലെ മോശ, ഏലിയാവ്, ദാവീദ് എന്നും പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സഭയ്ക്ക് മുന്നേറ്റമില്ലാത്തത്. ഞാൻ 2 കൈകൂപ്പി വിളിച്ചു പറയുന്നു, ദൈവസഭയ്ക്ക് മുന്നേറ്റം വേണോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിക്കേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോസ്തലന്മാർ ചെയ്തു. ഇന്നത്തെ അപ്പോസ്തലന്മാർ ചെയ്യുന്നില്ല. അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആളെ കൂട്ടി പൈസ ഉണ്ടാക്കി, മക്കളെ പഠിപ്പിച്ച്, BMW മേടിച്ച്, പിന്നെ കോടിക്കണക്കിന് രൂപയുടെ വീടും പണിത്. നാളെ സുവിശേഷം പറയണ്ടായി. ഞാൻ പുള്ളിയുടെ ക്ലാസ്സൊക്കെ കേട്ടോണ്ടിരുന്നു വന്നതാണ്. പുള്ളി പോയി വിദേശത്തൊക്കെ പ്രസംഗിച്ചിട്ട് പുള്ളി പറയുക, നമുക്ക് വീട് മേടിക്കാം, കാറ് മേടിക്കാം, ലോണ് മേടിക്കാം, സ്വന്തം ലോറി മേടിക്കാം, പിന്നെ ഇഷ്ടംപോലെ ലാൻഡുകൾ വാങ്ങിക്കൂട്ടാം. അന്ന് പ്രസംഗം നിർത്തി. കാരണം പുള്ളിയുടെ ലക്ഷ്യം പുള്ളി ലോത്താണെന്ന് മനസ്സിലായി എനിക്ക്. അന്ന് ഞാൻ പുള്ളിയെ വിട്ടു. ഇന്നും ആത്മീയ കുളത്തിൽ കിടന്ന് തകർക്കുന്നുണ്ട്. പുള്ളി മുഖാന്തരം അനേകരെ നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ദർശനം നഷ്ടപ്പെട്ടവൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ജനം നഷ്ടപ്പെട്ടു പോകും. ദർശനമുള്ളവൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ജനം ആഴമായ ദർശനത്തിലേക്ക് വളർന്നു വരും. ഹല്ലേലൂയ. ഇനി ഞാൻ എൻ്റെ 2-ാം വാക്യം വായിച്ചോട്ടെ. ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പോട്ട് ഐക്യമെത്തിപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ. 3-ാം വാക്യം. ആ ആ ആ ശാഠ്യത്താലോ ദുരൂഹമനത്താലോ ഒന്നും ചെയ്യരുത്. അടുത്തേ, ആ തന്നെക്കാൾ താഴ്മയോടെ. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നോകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. താഴ്മയും സൗമ്യതയും ദൈവദാസന്മാർക്ക് വേണം. അപ്പം തന്നെ ആത്മീക രോഷം വേണം. വചനം അനുസരിക്കാതെ പാപം ചെയ്യുമ്പോൾ ശാസന, തർജനം, കഠിനമായി ശാസിക്കുക, പുറത്താക്കുക, അതൊക്കെ കൊണ്ട് വിശ്വസിക്കുക. പാപം ചെയ്തവൻ്റെ നേരെ പല്ല് വിളിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? കർശനമായി ശാസിക്കുക, തർജനം ചെയ്യണം. തർജനം ചെയ്യുക, മേലിൽ ആവർത്തിക്കരുത്. ശാസിക്കുക, കഠിനമായി ശാസിക്കുക, എല്ലാവരും കേൾക്കുക, ശാസിക്കുക, പുറത്താക്കുക. അപ്പൻ്റെ ഭാര്യ വെച്ച് കൊണ്ടുവന്നവരെ പുറത്താക്കിക്കൊണ്ടാണ് അവൻ മടങ്ങി വന്നത്. ഇല്ലെങ്കിൽ അവൻ നരകത്തിൽ പോയി തന്നെ. അവനെ സാത്താനെ ഏൽപ്പിച്ചു. ഇന്ന് നേരെ തിരിച്ചാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെ സാക്ഷിയായിട്ട് തള്ളിക്കൊള്ളും. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. മറ്റുള്ളവൻ്റെ ഗുണം കൂടി നമ്മൾ നോക്കണമെന്ന്. നമ്മൾ മാത്രം നന്നായ പോരാ, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. കഷ്ടത അനുഭവിക്കുന്നതിന്, വ്യഥ അനുഭവിക്കുന്നതിന്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്, ഞെരുക്കം അനുഭവിക്കുന്നതിന് സഹായിക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാകും. അതാ ഇവിടെ പറയുന്നത്. അടുത്ത, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ എനിക്ക് നിന്നേ മതിയാവും. ക്രിസ്തുവേശുവിൻ്റെ ഭാവം. ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ 2-ാമത്തെ ക്ലിപ്പ് വളരെ വിലപ്പെട്ടൊരു സന്ദേശമാണ്. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അധികമൊന്നും ആരും പറയുന്നില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഭാവം. എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം? ചവിട്ടത്തടിച്ചപ്പോൾ അന്യായമായി സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്കുക, എന്നെ അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ന്. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം. ഇന്നാണെങ്കിലോ ഒരടി അടിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ തറയിൽ കിടക്കും.
അവനെ അടിച്ച് തറയിലിടും. അങ്ങനത്തെ വിശ്വാസികളായി ഇന്ന് പ്രതികാരദാഹികളാണ്. പാടില്ല. ക്ഷമ വേണം. ക്രിസ്തുവിൻ്റെ സൗമ്യത, ക്രിസ്തുവിൻ്റെ ക്ഷമ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുവിൻ്റെ ഭാവം? രണ്ട് പത്രോസ് 1:4. സോറി, ക്രിസ്തുവിൻ്റെ ഭാവം എന്താ? അതല്ല, വായിക്കാം. യെശയ്യാപ്രവചനം 53:3 വായിച്ചാട്ട്. 53:3. പ്രവചന പുസ്തകം ഇല്ലല്ലേ? നല്ല കാര്യം, ഇങ്ങനെ തന്നെ വേണം. യെശയ്യാപ്രവചനം 53:3 ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. എത്ര കാര്യങ്ങളാണ്? മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു. നിന്ദിക്കപ്പെട്ടൊരു ഭാവം കർത്താവിനുണ്ടായിരുന്നു. ത്യജിക്കപ്പെട്ടൊരു ഭാവം കർത്താവിനുണ്ടായിരുന്നു. വ്യസനപാത്രമായിരുന്നൊരു ഭാവം കർത്താവിനുണ്ടായിരുന്നു. രോഗം ശീലിച്ചവനായ ഒരു ഭാവം കർത്താവിനുണ്ടായിരുന്നു. എത്ര ശുശ്രൂഷകന്മാർക്ക് ക്രിസ്തുവിൻ്റെ ഈ ഭാവമുണ്ട്. അയ്യോ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കൊന്നും ഇതില്ലേ? ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. ഈ ദൂത് പറയുകയും ദൈവമേ എനിക്ക് ഈ ഭാവം ഉണ്ടാകണമേ എന്ന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ട ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും വിസയ്ക്കും ലോറിക്കും വീടിനും അതിനും ഇതിനും വേണ്ടി കിടന്ന് പ്രാർത്ഥിക്കാതെ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ, ദൈവമക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. 4 കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ. നിന്ദിക്കപ്പെട്ടു. മറ്റുള്ളവർ നമ്മളെ നിന്ദിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ കിടന്ന് കരയുക, രോഷാകുലരാകുക. ഗുണമില്ല. ക്രിസ്തുവിൻ്റെ ഭാവം ഏറ്റെടുക്കുക. പാസ്റ്റർമാരെ, വിശ്വാസികളെ, പെന്തക്കോസ് സമൂഹമേ. എന്നെ പല സന്ദർഭങ്ങളിൽ പലരും നിന്ദിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങൾ നിന്ദിക്കുകയോ തല്ലുകയോ കൊല്ലുകയോ വെട്ടുകയോ കുത്തുകയോ എന്തെങ്കിലുമെങ്കിലും ചെയ്തോ? ആ ഒരു മനോഭാവത്തിലേക്ക് വരാൻ നമുക്ക് പറ്റുമോ? ഇതൊക്കെ വേദപുസ്തകത്തിലെ സത്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം ഇരുന്ന് വായിച്ചപ്പോൾ ഞാൻ തന്നെ കരഞ്ഞുപോയി. സത്യത്തിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. ആരെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് അവരെല്ലാം കൂടി ഒരു ചാപ്പാടടിച്ച്. അപ്പോൾ നമ്മളെ റിജക്റ്റ് ചെയ്ത് കളിക്കുക, ത്യജിക്കപ്പെടുക. നമ്മളാണെങ്കിലോ, എന്നെ വിളിച്ചില്ല, ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണട്ടെ. ഇവിടെ കയറി വരുമ്പോൾ രണ്ടും വർത്തമാനം. നമ്മളങ്ങനെ മനുഷ്യരങ്ങനെ. കർത്താവ് അങ്ങനെയല്ല. വിളിച്ചോ വിളിച്ചില്ലയോ തിരിച്ചു ഇതൊന്നും കർത്താവിന് വിഷയമല്ല. മനുഷ്യൻ്റെ ബഹുമാനം കർത്താവിന് വേണ്ട. നമുക്ക് വേണ്ടത് മനുഷ്യൻ്റെ ബഹുമാനമാണ്. പണ്ട് ലോക്കൽ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ ആയപ്പോൾ ഒരു സഹോദരൻ വന്ന് വിളിച്ചു. പാസ്റ്റർ ചെയ്ത് വിളിച്ചപ്പോൾ പാസ്റ്റർ അവനെ കശാപ്പ് ചെയ്തു. സെൻറ്ററിൻ്റെ ചുമതല കിട്ടി. ഇനി നീ വിളിക്കുമ്പോൾ സെൻട്രൽ പാസ്റ്റർ ഏത് വിളിക്കണം? എങ്ങനെയുണ്ട്? അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം. 4 കാര്യങ്ങൾ: നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായിരുന്നു. അതെ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഇനി അടുത്ത് അല്ല യെശയ്യാവ് 53:7 തന്നെത്താൻ താഴ്ത്തി
വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. തന്നെത്താൻ താഴ്ത്തിയ കർത്താവ് വായ് തുറക്കാതെ മൗനമായിരുന്നു, എന്നിട്ടും പീഡിപ്പിക്കപ്പെട്ടു. ഇനി അടുത്തതാണ് എൻ്റെ ഹൃദയത്തെ ഉലച്ച ഒരു വാക്യം. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. പറ്റുമോ സഹോദര ഇതൊക്കെ? എൻ്റെ ദൈവമേ, ഇതൊക്കെ ഈ അനുഭവത്തിലൂടെ പോകാതെ ഏത് സ്വർഗത്തിൽ പോകാതിരിക്കുക നിങ്ങളൊക്കെ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനൊക്കെ ഏത് സ്വർഗത്തിൽ പോകാതിരിക്കുക? രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ ആടിനെ കൊണ്ടുപോകുമ്പോൾ ആട് കിടന്ന് പിടയ്ക്കത്തില്ല. ആടി സൈലൻ്റായിട്ട് ഇങ്ങനെ പോകും. കാരണം അതിനെ അറിയത്തില്ല എന്തിനാ കൊണ്ടുപോകണം. ശാന്തമായിട്ട് ആട് ആ മനുഷ്യൻ്റെ പുറകെ പോവുക. രോമം കത്തിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആട്, രോമം കത്തിരിക്കുമ്പോഴും അത് മിണ്ടാതിരിക്കും. പിന്നെ അടുത്തതാണ് മിണ്ടാതിരിക്കുകയും അവൻ വായ് തുറക്കാതിരുന്നു. മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. യഹൂദന്മാർ ചോദിച്ചു, നീ മിണ്ടുന്നില്ലേ? മിണ്ടുന്നില്ല. എന്ത് മിണ്ടാനാ? എടാ, ഗുണം പിടിക്കാത്ത നിന്നോടൊക്കെ എന്താ പറയാനാന്ന കർത്താവിൻ്റെ ഭാവം. മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ രാജാവ്, യെസ് ഐ ആം എ കിങ്. അത് രാജാവായതുകൊണ്ട് രാജാവെന്ന് പറഞ്ഞു. അപ്പൊ പുരോഹിതന്മാർക്ക് പിടിച്ചില്ല. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചില്ല. പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി, പുരോഹിതൻ വസ്ത്രം കീറി, പിന്നെ മന്ദിരത്തിന്റെ തിരശ്ശീല കീറി. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, 3 കാര്യങ്ങൾ. പുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറി, മന്ദിരത്തിന്റെ തിരശ്ശീല കീറി, എബ്രായ ലേഖനത്തിൽ ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി. 3 പേര്. ഇപ്പൊ പണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഓർമ്മയിൽ, മെമ്മറിയിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുക. പുരോഹിതൻ വസ്ത്രം കീറിയോടുകൂടി ഒന്ന് സംഭവിച്ചു, മന്ദിരത്തിന്റെ തിരശ്ശീല കീറി, ന്യായപ്രമാണം കീറി മാറ്റപ്പെട്ടു. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തിയതോടുകൂടി ഇതെല്ലാം സംഭവിച്ചു. പ്രിയമുള്ളവരെ, പിന്നെയും കിടന്ന് അണിയടിയും പുകയടിയും അതും ഇതുമൊക്കെ കാണിച്ചാലൊന്നും ദൈവത്തിന് പ്രസാദമില്ല. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി കർത്താവ് എടുത്ത് തിരിച്ചിട്ടു. ഇപ്പൊ ക്രിസ്തുവിന്റെ പ്രമാണമാണ്, ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ വ്യവസ്ഥയാണെന്ന് ഇനിയെങ്കിലും പള്ളിയിലച്ചന്മാരും കത്തോലിക്കരും നത്തോലിക്കാരും എല്ലാവരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ സംഗതി അപകടമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പരിഹസിച്ച് പറയുകയല്ല, വേദനയോടെ പറയുക. എത്ര കേട്ടാലും ചിലർക്ക് മനസ്സിലാകത്തില്ല, എത്ര ഗ്രഹിച്ചാലും ഗ്രഹിക്കാത്ത പോലെ ഇരിക്കും. അപകടമാണ്. ഓരോ യുഗങ്ങളിലും ദൈവം കൊടുക്കുന്ന പ്രമാണം ഓരോന്നാണ്, ഓരോ വ്യവസ്ഥിതികളാണ്. അത് മനസ്സിലായില്ലെങ്കിൽ അബദ്ധം പറ്റും. നിഷ്പാപ യുഗത്തിലെ പ്രമാണമല്ല മനസാക്ഷി യുഗത്തിൽ, മനസാക്ഷി യുഗത്തിലെ പ്രമാണമല്ല മാനുഷിക ഭരണയുഗത്തിൽ, മാനുഷിക ഭരണയുഗത്തിലെ പ്രമാണമല്ല ന്യായപ്രമാണത്തിൽ, ന്യായപ്രമാണത്തിലെ പ്രമാണമല്ല കൃപായുഗത്തിൽ, കൃപായുഗത്തിലെ പ്രമാണമല്ല മഹോദര യുഗത്തിൽ, മഹോദര യുഗത്തിലെ പ്രമാണമല്ല നിത്യയുഗത്തിൽ. ഡിസ്പെൻസേഷൻ. ഓരോ യുഗങ്ങളിലും ദൈവം ഇടപെടുന്നത് ഓരോ വ്യവസ്ഥിതിയിലാണ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സത്യവേദ പുസ്തകത്തിലൂടെ ഇത് മനസ്സിലാക്കണം. ഇത് ആഴത്തിൽ പഠിപ്പിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ ഇല്ലാത്തതാണ് ഇന്ന് സഭയുടെ മൂല്യച്യുതി. പാട്ടുപാടി തുള്ളിച്ച് അവിടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അടിച്ചു മാറ്റി, അതാണ് ശുശ്രൂഷ. എത്ര നാളായി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാറണം, മാറ്റണം. അപ്പോസ്തല ഉപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരണം. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് സഭകൾ മടങ്ങി വരണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യനായി. ക്രിസ്തുവിൻ്റെ വ്യവസ്ഥയിൽ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നാലേ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുകയുള്ളൂ. അല്ലെങ്കിൽ മോശയുടെ ശിഷ്യന്മാരായി പോകും, പരീശന്മാരുടെ ശിഷ്യന്മാരായി പോകും, സാധുക്യരുടെ ശിഷ്യന്മാരായി പോകും, താത്താൻ്റെ ശിഷ്യന്മാരായി പോകും. മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ വായ് തുറക്കാതെ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിക്കുന്നതിനും ഭാഗം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. നമ്മളിപ്പോൾ വായ് തുറന്നോ വായ് അടയ്ക്കുന്നേയില്ല, അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരന്മാരെയും അവരെയും ഇവരെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഒരുമിച്ച് മാനസാന്തരപ്പെടാമെന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രോഗം ശീലിച്ചവനായിരുന്നു, അവൻ പീഡിപ്പിക്കപ്പെട്ടു, തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നു, പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ വായ് തുറക്കാതിരുന്നു. പകരത്തിന് പകരം ശകാരിച്ചില്ല എന്ന്. അത് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എടുക്കുക, പത്രോസിൻ്റെ ലേഖനത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 22-ാം വാക്യം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. മതി. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. എൻ്റെ ദൈവമേ, തന്നെ ശകാരിച്ചിട്ട് പകരം, അവൻ്റെ വായിൽ വഞ്ചനൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് ഞാൻ കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾ നിമിത്തമാണെന്ന്. ഈ ദൈവമക്കളെ, നമ്മൾ എത്തോരം മാറ്റത്തിലേക്ക് വരണം. ചിലർ പറയുന്നത് കേട്ടില്ലേ, മക്കൾ നിമിത്തമാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, സഹോദരൻ നിമിത്തം ഞാൻ കഷ്ടപ്പെടുന്നത്, ഇന്നാള് നിമിത്തം ഞാൻ കഷ്ടപ്പെടുന്നത്. അല്ല സഹോദര, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി. നിന്റെ മക്കൾ നിമിത്തം നീ കഷ്ടം അനുഭവിക്കുന്ന നിന്റെ നന്മയ്ക്കാ. നിന്റെ സഹോദരന്മാർ നിമിത്തം നീ കഷ്ടം അനുഭവിക്കുന്ന നിന്റെ നന്മയ്ക്കാ. നിന്റെ ഭാര്യ നിമിത്തം നീ കഷ്ടം അനുഭവിക്കുന്ന നിനക്ക് നന്മയ്ക്കാ. നീ കഷ്ടതയിൽ തികഞ്ഞു വരാനാ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഈ 2-ാമത്തെ ക്ലിപ്പ് ഒരു 5 പ്രാവശ്യമെങ്കിലും വെച്ച് കേൾക്കണേ. എൻ്റെ മനസ്സ് പറയുന്ന അങ്ങനെ, അതുകൊണ്ട് പറയുക ഞാൻ. കാരണം നമുക്ക് സഹിക്കാനും പൊറുക്കാനും വഹിക്കാനും കഴിയാതെ നമ്മൾ വയലൻ്റായി ഉള്ള ദൈവകൃപ നഷ്ടപ്പെടുത്തി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര ചാറെടുത്ത് കഴിച്ച ചണ്ടി പോലെ നമ്മളായി. ഈ ചണ്ടിനെ ദൈവം എന്നാ ഉപയോഗിക്കാനാ? എന്തുപയോഗിക്കാനാ? മനസ്സിലായോ? നമ്മുടെ എസൻസ് മുഴുവൻ പോവുകയാണ്. നമ്മുടെ ദൈവകൃപ മുഴുവൻ ചോർന്നു പോവുകയാണ്. ഇന്നീ പറഞ്ഞ വിഷയത്തിലെ കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവകൃപ ചോർന്നു പോയി നമ്മൾ വെറും ഒരു ചണ്ടിയായി തീരും, കാരമില്ലാത്ത ഉപ്പായി തീരും, ഇരുട്ടിൽ കിടന്ന് തടി തപ്പുന്നവരായി തീരും. ആ നിലയിൽ കിടക്കുക ഇന്നത്തെ ക്രൈസ്തവ ഗോളം. ആത്മീക ദരിദ്രന്മാരായി, ആത്മീക നഗ്നന്മാരായി, ആത്മീക കുരുടന്മാരായി അവിടെ കിടന്നുകൊണ്ട് കൺവെർഷനും ഉപവാസ പ്രാർത്ഥനയും സഭായോഗവും പിന്നെ കോട്ടേജ് മീറ്റിങ്ങും ആ മീറ്റിങ്ങും ഈ മീറ്റിങ്ങും നടത്തി അനേകരുടെ പോക്കറ്റ് വീർക്കുന്നതല്ലാതെ ഒരു ഗുണവും ഒരു വിശ്വാസിക്കും ഇല്ലെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സത്യം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രസ്ഥാനക്കാർ, നേതാക്കന്മാരെ എല്ലാം, വലിയ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഖജാൻജിമാർ, കൗൺസിൽ അംഗങ്ങൾ, പാസ്റ്റർമാർ, സെൻട്രൽ, ലൂക്കല് എല്ലാത്തിനും പഠിച്ചുകൊണ്ടിരിക്കുക. തേങ്ങ പിടിച്ചെടുത്ത ചണ്ടി പോലെയായി എല്ലാം. ഒരു ഗുണമില്ലാത്ത നിലവാരമായി. 5ഓളം സംഘടനകളിൽ ശുശ്രൂഷ വെച്ച് നീട്ടി എനിക്ക് 2 കൈയും കൂപ്പി പറഞ്ഞു, നിങ്ങളുടെ മഹാമനസ്സിന് നന്ദി. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് പറഞ്ഞു, 5 മിനിറ്റ് അവിടെ വെച്ചിട്ട് കയറിക്കോ, ഞാൻ മാമംഗലത്താക്കി വിട്ട് തരാം. ഈ മഴയത്ത് ചാറ്റമഴ നടന്നു വന്ന പുള്ളിക്ക് സങ്കടം. ഞാൻ കയറി. നല്ലൊരു മനുഷ്യൻ, ഒരു താടിയൊക്കെ ഉള്ളൊരു മനുഷ്യൻ, മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് മാമംഗലത്ത് വിട്ടേക്കാന്ന് പറഞ്ഞു. എൻ്റെ മനസ്സെന്നെ കുറ്റപ്പെടുത്തുക. പാവം പിടിച്ചുകൊണ്ട് ഡീസൽ അടിച്ച് പോകുമ്പോൾ നമ്മൾ അവൻ്റെ വണ്ടിയിൽ കയറിയിട്ട് വെറുതെ പോവുക. ഞാൻ തപ്പിയെടുത്തൊരു 30 രൂപ കൈ കിട്ടി ഉടനെ. അതായത് 50-100 കിട്ടി, അങ്ങനെ തന്നെ കൊടുത്ത തന്നെ. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഈ തിരുമല് നമുക്കില്ല. അങ്ങോട്ട് പോകാൻ നേരത്ത്, വണ്ടി ഇറങ്ങാൻ നേരത്ത്
ഇത് ഒരു ചായക്കുള്ള ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അയ്യോ, നിങ്ങൾ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ, നിങ്ങൾ എന്നെ തോപ്പിച്ചല്ലെന്ന് പുള്ളി പറയുക. ഞാനൊരു സാധു മനുഷ്യ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയപ്പോൾ അത് ചെയ്യാൻ എന്നെ അനുവദിച്ചില്ല, നിങ്ങൾ എന്നെ തോപ്പിച്ചു വന്നു. എൻ്റെ മനസ്സ് പറഞ്ഞാൽ എന്താ, എന്നെയും ചുംബിക്കൊണ്ട് ഇവിടുന്ന് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ വരുമായിരിക്കാം ചിലപ്പോൾ. അവൻ എന്നെ കൂടി ചുമന്നിട്ട് പോട്ടെ, 30 അവൻ്റെ കയ്യിരിക്കട്ടെ, ആ പെട്രോൾ കാശിൻ്റെ നഷ്ടപ്പെടണ്ട. അത് നമ്മുടെ മനസ്സാതാണെന്നേ. ഇതൊന്നും കൊണ്ട് നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ 30 രൂപ കൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവനാണെങ്കിലോ 1/2 ലിറ്റർ പെട്രോൾ കിട്ടൂലേ? ഓട്ടോ 30 രൂപ 20 രൂപ കിട്ടി 50 രൂപ പെട്രോൾ അടിച്ചൂടെ? അവൻ അതുകൊണ്ട് ഒരു 10, 200, 300 രൂപ ഉണ്ടായിക്കൂടെ? അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ ഒരു ചെറിയ സഹായം അങ്ങനെ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ. സ്വോത്രം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പോയാലോ? ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ സ്വഭാവം അതാ. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം. ക്രിസ്തുവിൻ്റെ മനസ്സ് 2 കൊരിന്ത്യർ 1:2-26 ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം. 2 പത്രോസ് 1:4 ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. കർത്താവിൻ്റെ വരെ പോണോ? ഈ കർത്താവിൻ്റെ സ്വഭാവം പ്രാപിക്കാതെ എങ്ങും പോകാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേറൊരു കർത്താവ് വരുന്നുണ്ട്, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും നിങ്ങൾക്ക് കിട്ടത്തില്ല. വെളിപ്പാട് 9 ഞാൻ പഠിച്ചു വന്നപ്പോൾ മരിക്കാൻ കൊതിക്കും, അല്ലേ? വെളിപ്പാട് 9 എങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? മരണം കാണത്തില്ല, മരിക്കാൻ കൊതിക്കും, മരണം അന്വേഷിക്കും, മരണം അന്വേഷിച്ച് കിടക്കും. ചക്കപ്പഴം എവിടെയെങ്കിലും ഉണ്ടോ നോക്കി അന്വേഷിച്ച് നടക്കുമല്ലോ നമ്മളൊക്കെ. ഞാനൊക്കെ നടക്കാം, പഴുത്തയൊക്കെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കി കൊതി കൊണ്ട് തിന്നാൻ. അതുപോലെ മരണം അന്വേഷിക്കും, മരിക്കാൻ കൊതിക്കും, മരണം അന്വേഷിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം ഏറ്റെടുക്കുക, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീര്, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീര്. ഹല്ലേലൂയ.